റിട്ടയർഡായിരിക്കുന്ന VSനെയും മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെയും KM മാണിയെയും വീണ്ടും ചവിട്ടി അരയ്ക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ ഒരു ലേഖനം വന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അത് വന്നതോടെ കെണിയിലായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോൺ ബ്രിട്ടാസുമാണ്. ഇനി സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തെ ഉണ്ടയില്ലാ വെടിയാക്കി മാറ്റിയത് ഒത്തുകളിയായിരുന്നു എന്ന് ചുരുക്കം. രണ്ടാണ് അഭിപ്രായമെങ്കിലും ഇതിന് പിന്നിലെ തല സത്യത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ വന്നതാണ്. ഗണപതി ഭക്തനായതുകൊണ്ടാണത്രേ ഗണേശൻ എന്ന പേര് തനിക്ക് ഇട്ടത് എന്ന് പറഞ്ഞ് നടക്കുന്ന KB ഗണേഷ് കുമാർ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തം. അപ്പോഴും യഥാർത്ഥത്തിൽ സന്തോഷിച്ചത് UDFലെ ഏമാന്മാരായിരുന്നു അത്രേ. PC ജോർജിന്റെ ആ പറച്ചിൽ അങ്ങനെയേ കാണാൻ കഴിയൂ. പണ്ട് പറഞ്ഞ ലുങ്കിയെടുത്ത് കാണാൻ പാടില്ലാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നു എന്നല്ല, ദേ ഇപ്പൊ പറഞ്ഞു. അതിന് KB ഗണേഷ് കുമാർ തന്റെ കയ്യിലുണ്ടായിരുന്ന വജ്രായുധം തന്നെ പുറത്തെടുത്തു. ജോസ് കെ മാണിയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ പൊതുജന മധ്യത്തിൽ തുണിയുരിഞ്ഞവന്റെ അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്തരം ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ആരാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിന്റെ കാരണം അന്വേഷിച്ച് ഇത്ര കാലമായിട്ടും ആരും പിന്നാലെ പോകാഞ്ഞത്? KM മാണി മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി ഇടതുപക്ഷവുമായി എന്തിനാണ് PC ജോർജ് ചർച്ച നടത്തിയത്? നമസ്കാരം. കേരള രാഷ്ട്രീയം മൊത്തത്തിൽ കലങ്ങി മറിയുകയാണല്ലോ. തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ജനവിധിയും കാത്തിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഓരോ ഏടാകൂടങ്ങൾ ഇങ്ങോട്ട് കുറ്റിയും പറിച്ച് കടന്നു വരുന്നത്. എല്ലാം ഒന്ന് ശാന്തമായെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ ദേ വരുന്നു ഒരു വെളിപ്പെടുത്തൽ, അതും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. നേരത്തെ മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ വെളിപ്പെടുത്തലിന്റെ ക്ഷീണം കൈതോലപ്പായ വിരിച്ച് ഇന്നോവയിൽ കിടന്ന് ഒന്ന് മാറ്റി മാറ്റി വന്നപ്പോഴാണ് ദേണ്ടെ അടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയം രംഗപ്രവേശം ചെയ്തത്. അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ് ഇപ്പോൾ പ്രശ്നം. റിട്ടയർഡായിരിക്കുന്ന VSനെയും മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെയും KM മാണിയെയും വീണ്ടും ചവിട്ടി അരയ്ക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയത് അല്ലെങ്കിൽ വന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇതിനിടയിൽ VD സതീശൻ വേണമെങ്കിൽ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തടി തപ്പിയേനെ. എന്തായാലും മുണ്ടക്കയത്തിന്റെ ഈ തുറന്നുപറച്ചിൽ ഒതുക്കിയത് KPCCയിലെ തമ്മിലടിയും രാഹുലിന്റെ മുങ്ങലുമാണ്. KPCC അധ്യക്ഷനായി ആര് വേണമെന്ന് ശക്തമായ ആലോചന നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ലേഖനം പുറത്തു വന്നത്. അത് വന്നതോടെ കെണിയിലായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോൺ ബ്രിട്ടാസുമാണ്. ഇനി സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തെ ഉണ്ടയില്ലാ വെടിയാക്കി മാറ്റിയത് ഒത്തുകളി തന്നെയായിരുന്നു എന്ന് ചുരുക്കം. തിരുവനന്തപുരം നഗരത്തിൽ CPMന്റെ അല്ല ഇടതുപക്ഷത്തിന്റെ സമരഭടന്മാരെ കൊണ്ട് നിറഞ്ഞ ദിവസമായിരുന്നു അന്ന്. കേരളത്തിന്റെ തെക്ക് വടക്കുള്ള സഖാക്കന്മാരെല്ലാം അന്ന് തിങ്ങി നിറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിയെ കാലാവധിക്ക് മുൻപേ തന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കണം, അതായിരുന്നു ഭടന്മാരുടെ ലക്ഷ്യം. 2013 ഓഗസ്റ്റ് 12-നായിരുന്നു ചരിത്ര പ്രസിദ്ധമായ വളയൽ സമരം നടത്തിയത്. അതോ നട്ടല് വളയ്ക്കൽ സമരമായി മാറി. ഒപ്പമുണ്ടായിരുന്ന MLA തോമസ് ഐസക് പോലും അറിയാതെ സമരം ഒത്തുതീർപ്പിലെത്തി. സമരരംഗത്ത് വെയിലും മഴയും കൊണ്ട് കിടന്ന സഖാക്കന്മാരെല്ലാം അങ്ങനെ മണ്ടന്മാരുമായി. ചിലരൊക്കെ മുദ്രാവാക്യത്തിലൂടെ നേതൃത്വത്തിന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടായിരുന്നു നഗരം വിട്ടത്. അതിനിടനില നിന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന വെളിപ്പെടുത്തലായിരുന്നു ജോൺ മുണ്ടക്കയം ലേഖനത്തിലൂടെ സ്ഥാപിച്ച് എടുത്തത്. ഇതിനാസ്പദമായ സോളാർ കേസ് എങ്ങനെയുണ്ടായി? CPM കെട്ടിച്ചമച്ച് പുറത്തുവിട്ടതാണോ? രണ്ടാണ് അഭിപ്രായമെങ്കിലും ഇതിനു പിന്നിലെ തല സത്യത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ വന്നതാണ്. ഗണപതി ഭക്തനായതുകൊണ്ടാണത്രേ തനിക്ക് ഗണേശൻ എന്ന പേര് വന്നതെന്ന് പറഞ്ഞു നടക്കുന്ന KB ഗണേഷ് കുമാർ തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് വ്യക്തം. ആരോപണ വിധേയയായ സ്ത്രീയും ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധം ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ ശക്തമാണെന്ന് പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ പോലും ആ യുവതി അത് സമ്മതിച്ചതുമാണ്. സോളാർ കേസിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പരാതി ഉന്നയിച്ചത് CPM ആണോ? അല്ല, KPCC അംഗമായിരുന്ന ശ്രീധരൻ നായർ എന്ന കതർക്കുപ്പായക്കാരനാണ് ആദ്യമായി ഇതിൽ അഴിമതിയുണ്ടെന്ന് കാണിച്ച് പരാതി നൽകിയത്. അതിൻ്റെ പ്രധാനികൾ സരിത S നായരും പിന്നെ വിജു രാധാകൃഷ്ണനുമായിരുന്നു. ഇരുവരും കൊല്ലം സ്വദേശികളാണെന്നതും ശ്രദ്ധിക്കണം. അങ്ങനെ അതിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടെന്ന് കാട്ടി കോൺഗ്രസ് തന്നെ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. പിന്നെ ഇന്നുവരെ കേരളം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കേരളത്തിലെ സകലമാന കോൺഗ്രസ് പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടന്ന പത്രസമ്മേളനക്കാലം തന്നെയാണ് പിന്നീടുണ്ടായത്. സ്വന്തം മക്കളുടെ ഒപ്പം ഇരുന്ന് വാർത്ത കാണാൻ കഴിയാത്ത തരത്തിലുള്ള കഥകളാണ് ചാനലുകളിലൂടെ പുറത്തേക്ക് ഒഴുകിയെത്തിയത്. ഇതോടെ അന്നത്തെ പ്രതിപക്ഷം, അതായത് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സംഗതി ഏറ്റുപിടിച്ചു. മൂപ്പെത്തും മുൻപ് തന്നെ ഉമ്മൻചാണ്ടിയെ വലിച്ചു താഴെയിടാൻ അവസരം കിട്ടിയതിൽ സന്തോഷിച്ചു.
അപ്പോഴും യഥാർത്ഥത്തിൽ സന്തോഷിച്ചത് UDF ഏമാന്മാർ ആയിരുന്നു അത്രേ. PC ജോർജിന്റെ ആ പറച്ചിൽ അങ്ങനെയേ കാണാൻ കഴിയൂ. പണ്ട് പറഞ്ഞ ലുങ്കിയെടുത്ത് കാണാൻ പാടില്ലാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നു എന്നല്ല ഇപ്പോ പറഞ്ഞത്. അതായത് മാണിക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഒരു നോട്ടമുണ്ടായിരുന്നു. മാണി അത് PC ജോർജുമായി ചർച്ച ചെയ്തു. അതിന് തടസ്സം നിൽക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണെന്ന് ആർക്കും ഒരു തർക്കവുമില്ലല്ലോ. ഉമ്മൻചാണ്ടിയെ എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ മാണിക്ക് ആ കസേരയിൽ ഒന്നിരിക്കാം, ഇടതുപക്ഷത്തിന്റെ അനുവാദത്തോടെ സമ്മതത്തോടെ, അതും 3 വർഷം. അങ്ങനെ ചിന്തിച്ചാൽ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് വളയൽ സമരം നടന്നത്. അതായത് നട്ടെല്ല് വളയ്ക്കൽ സമരം നടന്നത്. PC-ക്കാണെങ്കിൽ എല്ലാ മുന്നണിയുമായി നല്ല അടുപ്പവുമുണ്ട്. കഴിയാവുന്നിടത്തോളം ചർച്ചകൾ നടത്തി. അപ്പോഴാണ് ജോസ് കെ മാണിക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം രാഹുൽ ഗാന്ധി കൊടുക്കും എന്നൊരു വാർത്ത പരന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൻ കളിക്കുന്ന ഈ കളി മോന് പണിയാകുമെന്ന് കണ്ടിട്ട് ആ പദ്ധതി ഉപേക്ഷിച്ചു. പക്ഷേ ഇടതുപക്ഷം അത് വിട്ടില്ല. ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങട്ടെ എന്ന് കരുതി സമരത്തിലേക്ക് പോയി. അപ്പോഴാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ബോധോദയമുണ്ടായത്. എങ്ങനെയെങ്കിലും സമരം ഒത്തുതീർപ്പാക്കിയേ പറ്റൂ എന്നായി. അതിനായി തിരുവഞ്ചൂർ നേരെ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചു. പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ച് സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ എന്തെങ്കിലും ഉടൻ ചെയ്യണം എന്നായി. അങ്ങനെ ഇപ്പോഴത്തെ KPCC വക്താവ് ചെറിയാൻ ഫിലിപ്പും ഇക്കാര്യത്തിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നായി. അങ്ങനെ സമരം ഒത്തുതീർപ്പിലെത്തി. അതിൽ VS അച്യുതാനന്ദൻ കാര്യമായി സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. കൂടുതൽ ചർച്ചകളിൽ നമ്മുടെ കൊല്ലം സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. എന്നാൽ ഈ ഒരു കേസ് തന്നെ ഉമ്മൻചാണ്ടിയെ ഒതുക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചെടുത്തതാണ്. ഉമ്മൻചാണ്ടി പോലും അറിയാതെ ജോപ്പനെ അറസ്റ്റ് ചെയ്തതുൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ നോക്കിയാൽ ഇത് സത്യത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ പെടുത്തിയതാണ് എന്ന് മനസ്സിലാകും. അതിന് KB ഗണേഷ് കുമാർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വജ്രായുധം തന്നെ പുറത്തെടുത്തു. ജോസ് കെ മാണിയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ പൊതുമധ്യത്തിൽ തുണിയുരിഞ്ഞവന്റെ അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനിടയിൽ PC ജോർജും തനിക്കാവും വിധം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു നടന്നു. അനാവശ്യ ബന്ധം ഉമ്മൻചാണ്ടിക്ക് സോളാർ കേസിലെ സ്ത്രീയുമായി ഉണ്ടെന്നും അത് താൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ടെന്നുമൊക്കെ പറഞ്ഞു വരത്തി. ഒരു നേതാവിനെ വീഴ്ത്താൻ എന്ത് നെറികേടിനും കഴിയുന്നവരാണ് അകത്തുള്ളവരെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിയാൻ വൈകി. എന്നിട്ടും എന്തോ അദ്ദേഹം കോൺഗ്രസിന് ഒപ്പം തന്നെ നിന്നു. പൊതുമധ്യത്തിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഈ വെളിപ്പെടുത്തലുകൾ ഇടതുപക്ഷത്തിനേക്കാൾ ദോഷം ചെയ്യുന്നത് UDF-നെയാണ് എന്ന് കാണാം. ഇത്തരത്തിലൊരു സമരം നടത്തുന്നതിന്റെ പിന്നിലുണ്ടായിരുന്ന കോൺഗ്രസ് അജണ്ടയാണ് ഇപ്പോൾ PC ജോർജ് പുറത്തുവിട്ടിരിക്കുന്നത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന് ലാവലിൻ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം ഒത്തുതീർപ്പിലെത്തിയതെന്നായിരുന്നു അന്ന് ഉയർന്നു കേട്ടത്. എങ്ങനെയാണ് അപ്പോൾ ഒരു ക്ലീൻ ചിറ്റ് ഉണ്ടായത്? അതിലാരൊക്കെ കളിച്ചിട്ടുണ്ട്? ഇതൊക്കെയും വെളിവാകേണ്ടതല്ലേ? അങ്ങനെ നോക്കിയാൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇടതുപക്ഷവും UDF-ഉം ഒത്തുകളിച്ചു എന്നുള്ളതല്ലേ സത്യം. അതിൽ നേട്ടമുണ്ടാക്കിയത് ആരാണ്? ഉമ്മൻചാണ്ടിയല്ല. അതിന് പിന്നിൽ ചരട് വലിച്ച തിരുവഞ്ചൂരടക്കമുള്ള നേതാക്കൾക്കല്ലേ നേട്ടമുണ്ടായത്? കാര്യമില്ലാത്ത ഒരു CD തപ്പി തമിഴ്നാട്ടിലേക്ക് പോയത് തിരുവഞ്ചൂരിന്റെ പോലീസായിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു നാടകം UDF കളിച്ചത്? ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നവർക്ക് അന്ന് അറിയില്ലായിരുന്നോ ഉമ്മൻചാണ്ടി നിരപരാധിയായിരുന്നുവെന്ന്? എന്നിട്ടും ഇത്രയും കാലം അദ്ദേഹത്തെ ഇടതുപക്ഷത്തിന് വേട്ടയാടാൻ വിട്ടുകൊടുത്തതിന്റെ കാരണക്കാർ ഇപ്പോഴും UDF-നുള്ളിലെ ശക്തർ തന്നെയല്ലേ? കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും രഹസ്യ അജണ്ടകളും കാരണം ഒരു മനുഷ്യനെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സത്യത്തിൽ എത്തിക്കുകയായിരുന്നില്ലേ ചെയ്തത്? ഇത്തരം ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിന്റെ കാരണം അന്വേഷിച്ച് ഇത്ര കാലമായിട്ടും ആരും പിന്നാലെ പോകാഞ്ഞത്? KM മാണി മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി ഇടതുപക്ഷവുമായി എന്തിനാണ് PC ജോർജ് ചർച്ച നടത്തിയത്? ഇതൊക്കെയും ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കും. എന്നാൽ ഈ നട്ടെല്ല് വളയ്ക്കൽ സമരം കാരണം കുറച്ചധികം നഷ്ടം ഇടതുപക്ഷത്തിനും നേരിട്ടിരുന്നു. അതുവഴി പിണറായി വിജയനും. അന്നത്തെ കാലത്ത് CPM-നുള്ളിലെ വിഭാഗീയത കൊടികുത്തി നിൽക്കുകയായിരുന്നു. പിണറായി വിജയനെതിരായി പ്രവർത്തകർ പോലും തിരിയുന്നതിന് ഇതിടയാക്കി. ചെറിയാൻ ഫിലിപ്പിന്റെ വാക്കുകളിൽ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് VS അച്യുതാനന്ദന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണത്രേ സമരം ഒത്തുതീർപ്പിലെത്തിച്ചത്. ഇതോടെ നിരവധി പ്രവർത്തകരെ പിണറായി വിജയനിൽ നിന്ന് അകറ്റാനും VS-ന് സാധിച്ചു. അങ്ങനെ പ്രവർത്തകർക്കിടയിൽ പോലും വിശ്വാസ്യതയില്ലാത്ത ഒരു നേതാവായി പിണറായി വിജയൻ മാറുകയും ചെയ്തു. പാർട്ടിയുടെ നയങ്ങളെ സത്യത്തിൽ ബലി കൊടുക്കുന്ന സമീപനമാണ് അന്നത്തെ CPM നേതൃത്വം കാണിച്ചത്. 10,000-കണക്കിന് പ്രവർത്തകരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടത്തിയ നാടകം തന്നെയായിരുന്നു ആ സമരം എന്ന്
സംശയമൊട്ടുമില്ലാതെ പറയാൻ കഴിയും.